ഇന്ന് നമ്മളെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന 2-3 സാധനം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മാജിക്കൽ ചിക്കൻ റെഡിയാക്കി എടുത്താൽ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ വറ്റൽ മുളക് ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഒരു ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചതച്ചെടുത്ത പിന്നെ ചെറിയുള്ളി ചതച്ചെടുക്കണം കേട്ടോ. ചെറിയുള്ളിയും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ അരച്ചെടുത്ത ആ ചില്ലി ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അരച്ചില്ലേ ആ ചില്ലി ഇട്ട് കൊടുക്കുക. അത് എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ പിന്നെ മുളക് എടുക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ നല്ലത്. അതാകുമ്പം കൂടുതൽ എരിവുണ്ടാവില്ല, നല്ല കളറും കിട്ടും. അതിനുശേഷം അതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇതിപ്പം ഒന്ന് അടച്ച് വെച്ചിട്ട് വെന്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. തുറന്നിട്ട് ഒരു 20 മിനിറ്റാവും ഇത് നമുക്ക് റെഡിയായി കിട്ടാനായിട്ട്. അതിനിടയ്ക്ക് ഒരു 3 പ്രാവശ്യമെങ്കിലും ചെറുതായി കുറേ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇത് പച്ച വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നല്ലത്. ഓയിലിനേക്കാളും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അത് ആവശ്യത്തിലധികം ഇട്ട് കൊടുത്തു, അപ്പോൾ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പം ഉപ്പൊന്നും വാരി ആവശ്യത്തിലധികം ഇട്ട് കൊടുത്തേക്കരുത് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട കേട്ടോ. ലാസ്റ്റ് ടൈമിൽ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയാൽ എന്തൊരു മണമാണെന്നറിയോ. ആ മണം മതി നമ്മൾക്ക് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. ഇത് എല്ലാവർക്കും നമ്മളിവിടെ ഇഷ്ടമായിട്ടുണ്ട്. വേറെ അധികം ചേരുവകളൊന്നും വേണ്ട. ചെറിയുള്ളിയും വറ്റൽമുളകും മാത്രം മതി. പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും അത് കുറച്ച് മതി. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല. പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്